വളരെ പോപ്പുലറായ ചെറി പൂക്കളെപ്പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. വസന്തത്തെ വരവേറ്റുകൊണ്ട് എത്തുന്ന ചെറി പൂക്കൾ പുതിയൊരു ജീവിതത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ്. ജാപ്പനീസ് കൾച്ചറിൽ ചെറി പൂക്കൾക്ക് ഒരു പ്രത്യേക പങ്ക് തന്നെയുണ്ട്. വളരെ സൗന്ദര്യമുള്ള എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നശിച്ചു പോകുന്ന ചെറി പൂക്കളെ ജീവിതത്തിൻ്റെ ഫിലോസഫിയായിട്ടാണ് അവർ കരുതുന്നത്. വളരെ ഫ്രെജൈലായിട്ടുള്ള ഷോർട്ട് ലൈഫ് സ്പാൻ ഉള്ള ചെറി പൂക്കളെ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ജപ്പാനിലുള്ള വിവിധ നഗരങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടി ഹനാമി ആഘോഷിക്കുന്നു. സക്കൂറ എന്നാണ് ചെറി പൂക്കൾക്ക് പറയുന്ന പേര്. ഒരു സക്കൂറ മരത്തിൽ 1 മില്യൺ വരെ പൂക്കളാണ് ഉണ്ടാകുന്നത്. ഈ പൂക്കൾ 3-4 ദിവസത്തിനുള്ളിൽ കൊഴിഞ്ഞു പോകുന്നതോടെ പുതിയ ഇലകൾ വരാൻ തുടങ്ങുന്നു. ഹനാമി ആഘോഷങ്ങൾ ജപ്പാൻകാരുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. ചെറിപ്പൂക്കൾ ഉപ്പും ചൊറുക്കയും ഇട്ട് പ്രത്യേകമായി പാകപ്പെടുത്തി ചായ ഉണ്ടാക്കുന്നത് ഈ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. പച്ചയായി ഈ പൂ കഴിക്കുന്നത് വിഷമാണ്. ജപ്പാൻകാരുടെ ഈ ലൈഫ് ഫിലോസഫി നോർത്ത് അമേരിക്കയിലേക്കും യൂറോപ്പിലെ മിക്കവാറും രാജ്യങ്ങളിലേക്കും വ്യാപകമായി കടന്നു വന്നിട്ടുണ്ട്. ജപ്പാനിലും ഈ രാജ്യങ്ങളിലുമെല്ലാം വളരെയധികം അലങ്കാര ചെറി മരങ്ങൾ വെച്ചു പിടിപ്പിച്ച് ഈ ഒരു സീസണിൽ ഈ ചെറിയൊരു സമയത്ത് ചെറിപ്പൂക്കൾ കണ്ട് ആസ്വദിക്കുന്നതിനായി അനേകം വിനോദസഞ്ചാരികൾ എത്തുന്നു. ചെറിപ്പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി ജർമ്മനിയിലെ വിവിധ നഗരങ്ങൾ വളരെ പേരുകേട്ടതാണ്. ഹാംബുർഗ്, ഷ്വെറ്റ്സിംഗൻ, ഡ്യൂസൽഡോർഫ്, ബെർലിൻ, ബോൺ, പിന്നെ മിക്കവാറും എല്ലാ പാർക്കുകളിലും എല്ലാം ചെറിപ്പൂക്കൾ നിരീക്ഷിക്കുന്നതിനായി ആളുകൾ എത്തുന്നുണ്ട്. 8,000-ലധികം പോപ്പുലേഷനുള്ള ഒരു ജാപ്പനീസ് കമ്മ്യൂണിറ്റി ഡ്യൂസൽഡോർഫിൽ ഉള്ളതുകൊണ്ട് തന്നെ ജാപ്പനീസ് ഫെസ്റ്റിവലും ജാപ്പനീസ് ഗാർഡനുമെല്ലാം ഇവിടെ എടുത്തു പറയത്തക്ക പ്രത്യേകതകളുള്ളതാണ്. ചെറി ബ്ലോസംസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ചെറി മരങ്ങളിൽ പൊതുവെ ചെറി ഫ്രൂട്ട് ഉണ്ടാകാറില്ല. അഥവാ ഉണ്ടായാൽ തന്നെ അത് നല്ല പുളിയും ഉള്ളതായിരിക്കും. വെളുത്തതും ലൈറ്റ് റോസ് കളറുമുള്ള ചെറി ബ്ലോസംസ് വളരെ കുറച്ച് ദിവസമേ ആയുസുള്ളൂ. എന്നാൽ ചുമന്നതും ഡീപ്പ് റെഡ്, ഡീപ്പ് റോസ് കളറുള്ള പൂക്കൾ കുറച്ച് കൂടുതൽ സമയം നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് അലങ്കാരമരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചെറി പൂക്കളുടെ പെറ്റൽസിൻ്റെ എണ്ണം അനുസരിച്ചാണ് ഓരോ മരത്തിൻ്റെയും പേരിട്ടിരിക്കുന്നത്. ജാപ്പനീസ് ചെറി ബ്ലോസം പൂക്കൾക്ക് വേണ്ടി മാത്രമുള്ള മരമാണ്. ഇതിൽ ചെറി പഴം ഉണ്ടാകുന്നില്ല. അതുപോലെ ചെറി ബ്ലോസം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള പേരായതുകൊണ്ട് ഷൂ പോളിഷ് വരെ